our focus. A 47-year-old woman was killed in a tiger attack at Priyadarshini Estate in Wayanad, Kerala, sparking protests. Meanwhile, the Forest Minister ordered the tiger's capture or killing, and Minister O.R. Kelu visited the site, assuring locals that efforts would be made to capture the tiger and complete delayed fencing plans. He also promised the deployment of rapid response teams for safety. Priyanka Gandhi expressed her condolences and called for an immediate need for substantial solutions. The attack, remember, has raised concerns about human-wildlife conflict in Kerala, with calls for stronger protection measures. But what exactly has happened so far? Here's the report. A 47-year-old woman was killed in a tiger attack at Priyadarshini Estate at Manantavadi village in Wayanad district of Kerala on Friday morning. The woman was mauled by the tiger while she was out plucking coffee in the morning. The body was found by forest officials during a routine patrolling. The incident sparked intense protests by locals in the area. പിന്നെ ഇവരുടെ മറ്റൊരു ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ ഫെൻസിങ് പദ്ധതി വെച്ചിട്ടുണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പരാതി. അത് ഞാൻ പരിശോധിച്ചപ്പോൾ കുറെ വസ്തുതയുണ്ട്. പദ്ധതി വെച്ചെങ്കിലും ഫെൻസിങ് പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ ഫെൻസിങ് നമുക്ക് അടിയന്തരമായിട്ട് പൂർത്തീകരിക്കണം. കടുവയെ നമുക്ക് ജനങ്ങൾ പറഞ്ഞ് വെടിവെച്ച് കൊല്ലണമെന്നാണ് പറയുന്നത്. പക്ഷെ മന്ത്രി എന്ന നിലയ്ക്ക് വെടിവെച്ച് കൊല്ലാൻ എനിക്ക് ഉത്തരവിടാൻ സാധിക്കില്ല. കാരണം അത് ദേശീയമൃഗമായതുകൊണ്ട്. പക്ഷെ മയക്ക് വെടിവെച്ചിട്ട് പിടിക്കാനും കൂട് വെച്ച് പിടിക്കാനും അതിനാവശ്യമായിട്ട് RRTയെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാനും ഈ ഫെൻസിംഗ് എത്രയും പെട്ടെന്ന് നമുക്ക് നാളെ തന്നെ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി മന്ത്രി എന്ന നിലയിൽ എല്ലാ ഉറപ്പും തരും. The incident occurred a day after Kerala Forest Minister A.K. Shashindran claimed in the State Assembly that human-animal conflicts were declining in the state and the government was taking effective action. However, following the incident, the Forest Minister issued orders to capture or kill the feline, forcing O.R. Kelu to toe the government line. കടുവയെ കൂടുവെച്ച് പിടിച്ചോ വെടിവെച്ചോ പിടിച്ച് ചെയ്യാനുള്ള ഉത്തരവ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളതുമായി സഹകരിച്ച്, കാരണം പുറത്തു വന്ന് ആക്രമിച്ചതല്ല എന്നൊരു, പക്ഷേ അത് നമ്മൾ നോക്കുന്നില്ല. വനത്തിന് പുറത്തു വന്നില്ല, വനത്തിനുള്ളിലാണ് ഇത് സംഭവിച്ചത്. പക്ഷേ അവിടുത്തെ ഞാൻ മനസ്സിലാക്കിയത് അവിടുത്തെ ഒരു വാച്ചറുടെ ഭാര്യയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ആ നിലക്ക് തന്നെ പരിഗണിച്ചുകൊണ്ട് ആവശ്യമായ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഗവൺമെൻറ് കൊടുക്കേണ്ട നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കും. അതിൽ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കൊടുക്കാനുള്ള തീരുമാനമാക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് ഇപ്പോൾ കൂട് വെച്ച് പിടിക്കണം എന്നുള്ളതും കൂട് ഇന്ന് തന്നെ സ്ഥാപിക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കും. പിന്നെ ഈ മനുഷ്യനെ ആക്രമിച്ച് കൊലപ്പെടുത്തി ഭക്ഷിക്കുന്ന ഒരു കടുവയാണല്ലോ ഇപ്പോൾ നമ്മളെ മുമ്പിലുള്ളത്. അതുകൊണ്ട് നരഭോജി എന്നുള്ള ഇതിൽ ഉൾപ്പെടുത്തി അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു ഉത്തരവ് സർക്കാരിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഇറക്കി അത്തരം കാര്യങ്ങളിലേക്കും നീങ്ങും. ഒരു ഫെൻസിങ്, ഒരു ലൈൻ, സിംഗിൾ ലൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും കടുവക്ക് ഫെൻസിങ് ചെയ്യുന്നതുകൊണ്ടിട്ട് അത്ര ഫലപ്രദമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അതുപോലെ അടിക്കാട് വെട്ടുന്നതിനുള്ള തീരുമാനവും, പിന്നെ അതുപോലെ തന്നെ ഈ RRTയും പിന്നെ ഇതിനെ പിടികൂടുന്നതിനുള്ള എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. Many distraught women workers of the estate said the presence of wild animals was a problem for them, even as they mourned the death of their neighbor and friend. എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പം വന്നിട്ട്, ഇത്ര നാളും ആനേൻ്റെയും കാട്ടിൻ്റെ ഒക്കെ ശല്യം ഉണ്ടായിരുന്നു. ഞങ്ങളത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ വന്ന് ഓടിക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. കുരങ്ങ് ശല്യം അങ്ങനെ തന്നെ, വീട്ടിൻ്റെ ഉള്ളിലും വെച്ചിട്ട് ഒരു സാധനം വെക്കാൻ പറ്റില്ല, കുരങ്ങ് വന്ന് ശല്യമാക്കിയിട്ട്. അതൊക്കെ ഫോറസ്റ്റുകാരോട് പറഞ്ഞ് അവർ വന്ന് ആനേനെ ഓടിക്കും, കാട്ടീനെയൊക്കെ ഓടിക്കും. ഏത് രാത്രിയിൽ വന്നാലും അവരത് ഓടിച്ച് കളയലുണ്ട്. പക്ഷെ ഇന്ന് പ്രതീക്ഷിക്കാതെയാണ് പട്ടപ്പകല് ഈ ഒരു സംഭവം നടന്നത്. ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ തൊട്ട് മേലെയായിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. Meanwhile, Indian women's cricket team member Minnu Mani shared a post revealing the victim was her aunt. While condoling her death, Mani appealed to the government that a solution to the problem be found soon.